ആയിരക്കണക്കിന് മനുഷ്യർ, 10,000-കണക്കിന് മനുഷ്യർ പട്ടിണി കിടക്കുന്ന ഈ ലോകത്ത് നമുക്ക് നല്ല ഭക്ഷണം നൽകുന്ന ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്നു. 4 പ്രാവശ്യം പറഞ്ഞു. ഇനി 5ാമത്തെ പ്രാവശ്യം നിങ്ങൾ പറയുന്നത്, ലൈഫിൽ ഏറ്റവും കുരുത്തപ്പെട്ട ബുദ്ധിമുട്ടിയ സമയത്ത് നിങ്ങളെ സഹായിച്ച മനുഷ്യരെ നിങ്ങൾക്ക് തന്നതിന് നിങ്ങൾ നന്ദി പറയണം. വലിയ രോഗങ്ങളിൽ മനുഷ്യർ പ്രയാസപ്പെടും. ഒരു രോഗവും ഇല്ലാതെ, ഒരു പ്രയാസവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നത് നിങ്ങൾ 6ാമത്തെ തവണ നന്ദി പറയണം. 7ാമത്തെ തവണ നിങ്ങൾ നന്ദി പറയുന്നത് അത്രയും സൂക്ഷ്മമായിട്ടാണ് നന്ദി പറയുന്നത്. നിങ്ങളുടെ ഉള്ളംകാലി തൊട്ട് നിങ്ങളുടെ ഉച്ചി വരെയുള്ള ശരീരത്തിൽ ജീവൻ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് അത്രയും മനസ്സിൽ തട്ടിക്കൊണ്ട് 7th day ഏറ്റവും മനസ്സിൽ തട്ടിയിട്ട് കണ്ണിലെ എല്ലാം അടച്ചിട്ട് അത്രയും പതിയെ ഈ മോളിൽ എല്ലാ കുട്ടികളും കണ്ണിങ്ങനെ പൂർണ്ണമായി അടച്ചിട്ട്, നന്നായിട്ട് അടച്ചിട്ട്, എവ്രിബഡി ക്ലോസ് യുവർ ഐസ്, എല്ലാവരും കണ്ണടക്കുക. അത്രയും ഫോക്കസ് ചെയ്തിട്ട് അടക്കുക. വേറൊരുത്തനും ചിന്തിക്കരുത്, ഈ ഹാളിലുള്ള കുറേ ആൾക്കാർ കണ്ണടച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രം കണ്ണടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ടാസ്ക് എടുത്തിട്ട് കണ്ണ് മുറുക്കി അടക്കുക. അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. ആ ചാലഞ്ചിനെ നേരിടണമെന്ന് തീരുമാനിച്ച് തന്നെ അടക്കുക. അങ്ങനെ തീരുമാനിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. വെരി ഗുഡ്. ഇനി ഞാൻ നിങ്ങൾ പറയുന്നു, നേരത്തെ നിങ്ങൾ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന നിങ്ങൾക്ക് ഈ ലോകത്ത് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മക്ക അല്ലെങ്കിൽ കഅബാലയമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മുസ്ലിംസിനെങ്കിൽ അത് ആലോചിക്കുക. ഗുരുവായൂരപ്പന്റെ സന്നിധിയാണ് ഒരു ഹിന്ദു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ആലോചിക്കുക. അതല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഗുരുവായൂരപ്പന്റെ സന്നിധിയും ഇതുമൊന്നുമല്ല, ഒരു കുരിശാണ്, ഒരു യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ ആണെങ്കിൽ അത് ആലോചിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് കഅബാലയം അല്ലെങ്കിൽ കുരിശ്, അതല്ലെങ്കിൽ യേശു ക്രിസ്തു, അതല്ലെങ്കിൽ ഒരു ഒരു ദേവാലയം, ഒരു ഹൈന്ദവ ക്ഷേത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ അങ്ങോട്ട് തന്നെ നോക്കിയിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് കണ്ണുകൾ അടച്ച് ഒരു മനുഷ്യനെയും പ്രയാസപ്പെടുത്താതെ വെരി 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 സൈലന്റ് ആയിട്ട് അത്രയും മൈൻഡ് ക്ലിയർ ആയിട്ട് മെല്ലെ പ്രാർത്ഥിച്ച്, ചുണ്ടനക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച്, പൂർണ്ണമായിട്ട് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, ഏറ്റവും നന്നായിട്ട്, ഏറ്റവും രസകരമായിട്ട്, ഏറ്റവും ഹൃദയത്തിൽ തട്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചത്. This is the right moment. ചുണ്ടനക്കി മെല്ലെ പ്രാർത്ഥിച്ചേ, ഓരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. വെരി ഗുഡ്. എല്ലാവരും കറക്റ്റായിട്ട് ആലോചിച്ചിട്ട് പ്രാർത്ഥിക്കുക. സൂപ്പർ. നന്നായിട്ട് ഇത്രയും ശ്രദ്ധ കൊടുത്തിട്ട് പ്രാർത്ഥിക്കുക. ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും നിങ്ങൾ കേൾക്കുക. അങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ഹൃദയം വെങ്ങുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും, കണ്ണ് കലങ്ങുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും, മനസ്സിൽ സങ്കടം വരുന്നത് പോലെ തോന്നും, വല്ലാതെ വിഷമം വരുന്നത് പോലെ തോന്നും. അതിനൊന്നും വിട്ടുകൊടുക്കാതെ ഏറ്റവും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ ഹാളിലെ മുഴുവൻ കുട്ടികളും ഒരുമിച്ചിരുന്ന ഒരു നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും നന്മ വരട്ടെ എന്ന് ഹൃദയത്തിൽ പറയാം. ഒരാളൊന്നും വെറുപ്പില്ലാതെ ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും നന്മ വരട്ടെ എന്ന് ഹൃദയത്തിൽ പറയാം. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന ഒരു ശബ്ദവും നിങ്ങൾ കേൾക്കുന്നില്ല, മറ്റൊന്നും നിങ്ങൾ അറിയുന്നില്ല, ഈ ചുറ്റും സംഭവിക്കുന്നതൊന്നും അറിയുന്നില്ല. പകരം എന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തുക, എന്ന് പൂർണ്ണമായി മനസ്സിലാക്കുക. അങ്ങനെ ചെയ്തിട്ട്, അങ്ങനെ നോക്കിയിട്ട് മനസ്സ് മുഴുവൻ എന്റെ ശബ്ദത്തിലേക്ക് കൊടുക്കുക. നിങ്ങൾക്ക് എന്റെ ശബ്ദത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നു. നിങ്ങളുടെ ചെവിയിൽ എന്റെ ശബ്ദം വന്ന് വീഴുന്നു. നിങ്ങൾക്ക് എന്റെ വാക്കുകൾ മനസ്സിൽ നിന്ന് വരുന്നത് കേൾക്കാൻ കഴിയുന്നു. നിങ്ങൾ ഒരു സ്ത്രീയെ ആലോചിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ത്രീയെ നിങ്ങൾ ആലോചിക്കുന്നു. ആ സ്ത്രീ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ആലോചിക്കുന്നു. ആ സ്ത്രീ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആലോചിക്കുന്നു. അടിവയറ് കീറിയിട്ട് അല്ലെങ്കിൽ ശരീരം വേദനിച്ചിട്ട്, പൊട്ടിയിട്ട്, വിഷമിച്ചിട്ട് നിങ്ങൾക്ക് ജന്മം തന്ന, കരഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജന്മം തന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണുകൾ നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സ് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയെ നിങ്ങൾ ആലോചിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ഏറ്റവും സ്നേഹത്തോടു കൂടി ഉമ്മയെ ഓർക്കുന്നു. ഏറ്റവും നന്ദിയോടുകൂടി നിങ്ങൾ ഓർക്കുന്നു. ഇത് ആലോചിക്കുമ്പോൾ നിങ്ങൾ ആ ഉമ്മയെ വിഷമിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട്. നട്ടപ്പാതിരാക്ക് പനി പിടിച്ച് നിങ്ങൾ കിടന്നപ്പോ നിങ്ങളെ ചേർത്ത് പിടിച്ച നിങ്ങളുടെ ഉമ്മ, നിങ്ങൾ അത്ര വഴക്കുണ്ടാക്കിയിട്ടും നിങ്ങൾ ഒരു നേരം വൈകിയാൽ നിങ്ങളെ കാണാൻ വേണ്ടി കൊതിക്കുന്ന നിങ്ങളുടെ സ്നേഹനിധിയായ ഉമ്മ, നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ, വിഷമിച്ച, പ്രയാസപ്പെട്ട ഒരു ഉമ്മ. ആ ഉമ്മയെ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഉമ്മയെ നമ്മൾ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉമ്മ ഒരുപാട് പെടഞ്ഞപ്പോഴും വിഷമിച്ചപ്പോഴും നമ്മൾ അതൊന്നും നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചിട്ടുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ സ്നേഹമുള്ള ഒരു ആൺകുട്ടി എന്ന നിലക്ക്, ഒരു പെൺകുട്ടി എന്ന നിലക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ ഇപ്പോൾ ഓർക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെ നിങ്ങൾ ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഓർക്കുകയാണ്. കണ്ണ് നനച്ചുകൊണ്ട്, ഹൃദയം വെങ്ങിക്കൊണ്ട്, മനസ്സിൽ അത്രമേൽ വിഷമം വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഓർക്കുകയാണ്. ഇത് പറയുമ്പോൾ നിങ്ങളെ ചങ്ക് വറക്കുന്നുണ്ട്. ബട്ട് യുവർ മദർ, നിങ്ങളുടെ ഉമ്മ, നിങ്ങൾക്ക് ജന്മം തന്ന ഉമ്മ, അത്രയും പ്രയാസം
പ്രയാസപ്പെട്ടപ്പോഴും നിങ്ങളെ കൂടെ നിന്ന ഉമ്മ, നിങ്ങൾ വഷളാവുമ്പോൾ എന്റെ കുട്ടി വഷളാവരുത് എന്ന് കരുതി കൂടെ നിന്ന ഉമ്മ, നിങ്ങൾക്ക് വേണ്ടി ആരോഗ്യവും ജീവിതവും സമ്മാനിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ആ സ്ത്രീയോട് ഏതോ ഒരു വീട്ടിൽ പറഞ്ഞ ഏതോ ഒരു മനുഷ്യന്റെ മകളായി ജനിച്ച ആ സ്ത്രീ അവരുടെ സന്തോഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയെ നിങ്ങൾ ആലോചിക്കുന്നു. നിങ്ങളുടെ ഉമ്മയെ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുന്നുണ്ട്, ഹൃദയം പൊങ്ങുന്നുണ്ട്, മനസ്സ് വല്ലാതെ പതറുന്നുണ്ട്. ജീവിതത്തിൽ ആ പ്രിയപ്പെട്ട സ്ത്രീയെ അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ അടുത്ത് നിന്നിട്ട് രണ്ട് കൈകൾ കൊണ്ട് ഉമ്മയെ അണച്ചു പിടിച്ചിട്ട് ഉമ്മയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഉമ്മയോട് ആത്മാർത്ഥമായിട്ട് പറയാണ്, ഉമ്മ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം, പക്ഷെ പലപ്പോഴും പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. This is the first time I am asking for sorry. Ma, I am really sorry. മനസ്സ് തട്ടി നെഞ്ച് തട്ടി ഞാൻ പറയാണ്, I am really sorry my mother. I am really sorry അമ്മേ. I am really sorry അമ്മേ. I am really sorry my mother. I am really sorry my mother. I am really sorry my mother. മനസ്സ് തട്ടിയിട്ട് നിങ്ങൾക്ക് എത്ര ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നത് അത്രയും ചങ്ക് തട്ടിയിട്ട് ഉള്ളിൽ തട്ടിയിട്ട് പറയാ, I am really sorry my mother. I am really sorry my mother. I beg you my mother. I beg for your love. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നു അമ്മേന്ന് മനസ്സ് തട്ടിയിട്ട് ഈ ആളുകൾ മുഴുവൻ കുട്ടികൾ കണ്ണ് നിറച്ചിട്ട് ഹൃദയം മുങ്ങിയിട്ട് ഉള്ളിനുള്ളിൽ പടച്ചിട്ട് ഈ ജന്മം തന്ന നിങ്ങളെ നോക്കുന്ന നിങ്ങളുടെ ഉമ്മാക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും കണ്ണുനീർ പൊഴിച്ചിട്ട് മനസ്സ് പെടഞ്ഞിട്ടുകൾ പറയാണ്, I am sorry my mother. Thank you my mother. Thank you my mother. Thank you my mother. എന്റെ ഒപ്പം നിന്ന് എന്നെ സഹായിച്ചേ, ഞാൻ വഷളായി പോകുമ്പോൾ എന്റെ ഒപ്പം നിന്ന് പീരിയഡ്സിന്റെ പെയിൻ കൊണ്ട് ഞാൻ പെടയും എന്റെ അടുത്ത് വന്നതിന് ഞാൻ വഷളാവെന്ന് വിചാരിച്ചപ്പോ നാട്ടിൽ മൊത്തം ഞാൻ ഒന്നുമല്ലാതാവെന്ന് വിചാരിച്ചപ്പോ എന്റെ കൂടെ നിന്ന് എന്റെ ഉമ്മ, എന്റെ അമ്മേ, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. I love you and I am sorry. I love you and I am sorry. നല്ല മനസ്സ് തട്ടിയിട്ട് പറഞ്ഞേ, I love you, I am sorry. ചുണ്ട് നിറച്ചിട്ട് പറഞ്ഞേ, രണ്ട് കൈകൾ കൊണ്ട് കൈയിന്റെ ഉള്ളിലേക്ക് ഉമ്മയെ കെട്ടിപ്പിടിക്കുന്ന പോലെ രണ്ട് കൈകൾ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചേ, രണ്ട് കൈകൾ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചേ, നല്ല ചേർത്തിട്ട് അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീയെ നിങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട്, I am sorry my mother. ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ഉമ്മ ഞാൻ ജീവിതത്തിൽ ഒരു മനോഹരമായ തുടക്കത്തിലേക്ക് പോവാണ്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ എന്റെ കൂടെ നിന്നതിന് നന്ദിയുണ്ട് ഉമ്മ. ഞാൻ പ്രയാസപ്പെട്ട രോഗിയായപ്പോ എന്റെ കൂടെ നിന്നതിന് നന്ദിയുണ്ട് ഉമ്മ. എന്നെ ഭക്ഷണം കഴിപ്പിച്ചതിന് നന്ദിയുണ്ട് ഉമ്മ. കുഞ്ഞുനാൾ തൊട്ട് എന്റെ കൈ പിടിച്ച് എന്നെ വളർത്തിയതിന് നന്ദിയുണ്ട് ഉമ്മ. എന്നെ ഈ ലോകത്തിന്റെ മനോഹരമായ കാഴ്ചകൾ തന്നതിന് നന്ദിയുണ്ട് ഉമ്മ. പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും പെട്ടപ്പോ എന്റെ തലയിൽ ഒരു തലോടലായി വന്നതിന് നന്ദിയുണ്ട് ഉമ്മ. എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചതിന് നന്ദിയുണ്ട് ഉമ്മ. എല്ലാവരും എന്നെ കളിയാക്കിയപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചതിന് നന്ദിയുണ്ട് ഉമ്മ. ഞാൻ വയ്യാണ്ട പെടഞ്ഞ് കടന്നപ്പോ എന്റെ അടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കടന്നിട്ട് ഞാനുണ്ട് പൊന്നെ കുഞ്ഞെ എന്ന് വിളിച്ചതിന് നന്ദിയുണ്ട് ഉമ്മ. എന്റെ ഹൃദയത്തിൽ മുഴുവൻ വിഷമം വന്നപ്പോ അമർത്തി പൊട്ടി കരഞ്ഞപ്പോ ചേർത്ത് പിടിച്ചിട്ട് അന്നെ ഒരുത്തനും വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞ ഉമ്മ ഉണ്ടല്ലോ, ആ ഉമ്മനോട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട് ഉമ്മ. എന്നാലും നിങ്ങൾ അറിയാണ്ട്, നിങ്ങളെ പറ്റിച്ചുകൊണ്ട്, നിങ്ങളെ വിഷമിച്ചുകൊണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഞാൻ പറയുന്നു, I am sorry my mother. I am sorry my mother. I am sorry my mother. ഈസാ പ്രവാചകൻ മലയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഒരിക്കൽ ആ പ്രവാചകന്റെ കാല് തെറ്റി നിലത്തേക്ക് വീഴുകയാണ്. ആ വീഴാൻ നേരത്ത് ദൈവത്തിന്റെ അശരീരി വരികയാണ്, പ്രിയപ്പെട്ട ഈസാ, ഇനി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിന്റെ ഉമ്മയില്ല, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന്. നമ്മുടെ ഓരോ ചലനങ്ങളിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ ഹൃദയം തകർന്ന വേദനയോടുകൂടി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആൺകുട്ടി നിരക്ക് പെൺകുട്ടി നിരക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയാണ്, this is the right moment to say sorry my mother. This is the right moment to say love you my mother. അമർത്തി പിടിച്ചിട്ട് I love you ഉമ്മ, I love you and I am sorry. I love you and I am sorry. ആത്മാർത്ഥമായിട്ട് ആലോചിച്ചിട്ട് പറയണം. നിങ്ങൾ ഇത്ര മനോഹരമായിട്ട് ഉമ്മയോട് പറയുമ്പോൾ ഈ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല. ലൈഫിൽ ഒരു റൈറ്റ് മൊമെന്റിലേക്ക് പോവാണ്. The next thing what I am intending to talk you is the next person in your life. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത മനുഷ്യൻ എന്ന് പറയുന്നത് അയാൾ പുറത്തേക്ക് വലിയ ഗാംഭീരനായി തോന്നുമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അയാൾ ജീവിതം തകർത്തു എന്ന് പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവും. That is your വാപ്പ, that is your അച്ഛൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പ. ആ വാപ്പയോടൊന്ന് മുഖത്ത് നോക്കി സ്നേഹത്തോടൊന്ന് സംസാരിച്ചിട്ട് കുറെ നാളായിട്ടുണ്ടാവും. അയാൾ അടുത്തേക്ക് പോയിട്ട് കുറെ നാളായിട്ടുണ്ടാവും. പക്ഷെ അയാൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന പണം കൊണ്ടാണ് ഞാൻ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും ജീവിക്കുന്നതും വസ്ത്രമാവുന്നതും അയാൾ വളർത്തിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. സോ നിങ്ങളുടെ സ്വന്തം വാപ്പനെ അഭിമാനത്തോടെ നിങ്ങൾക്ക് ജന്മം തന്ന I have a father എന്ന് പ്രൗഡായി പറയാൻ പറ്റുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ നിങ്ങൾ ഓർക്കുകയാണ്. ആ മനുഷ്യൻ നിങ്ങൾ നന്ദി പറയാണ്. എവിടെയോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി പോയ നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ, സ്വന്തം വാപ്പനെ, സ്വന്തം അച്ഛനെ സ്നേഹത്തോടു കൂടി ഒരു മകളായി നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ചു വെച്ച് മനസ്സ് മുന്നിൽ തോന്നിട്ട് പറയാണ്, പ്രിയപ്പെട്ട വാപ്പ, പ്രിയപ്പെട്ട അച്ഛ, ജീവിതത്തിൽ പലപ്പോഴും ഞാൻ നിങ്ങളോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇല്ലെങ്കിൽ, if you are not there, I am not here. നിങ്ങൾ അവിടെ ഇല്ലെങ്കിൽ ഞാനിവിടെ ഇല്ല. വാപ്പ ഇല്ലാത്തൊരു ദിവസം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. വാപ്പ
ഇല്ലാത്ത ദിവസം, അനാഥമാവുന്ന ദിവസം, കയ്യിൽ പണത്തിന് വേണ്ടി ഓടുന്ന ഞെട്ടോട്ടം ഓടുന്ന ഒരു ദിവസമുണ്ട്. സോ വാപ്പയുണ്ട് എന്നുള്ളത് കൊണ്ട്, പിതാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്ന കുറെ ധൈര്യമുണ്ട്, കുറെ കരുത്തുണ്ട്, കുറെ ആത്മവിശ്വാസമുണ്ട്. ഒന്ന് തകർന്നു പോകുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ പ്രിയപ്പെട്ട പിതാവുണ്ട് എന്ന് നമ്മൾ കരുതുന്ന ഒരു വല്ലാത്ത വാല്യൂ ഉണ്ട്. രാജകുമാരനെ പോലെ, രാജകുമാരിയെ പോലെ പണിയെടുത്തും കഷ്ടപ്പെട്ടും നിങ്ങൾ അയാൾ നോക്കുന്നുണ്ട്. ചിലപ്പോൾ പൊരിവെയിലത്ത് പണിയെടുത്തിട്ട് അയാൾക്ക് ശാരീരിക ക്ഷീണങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും മനസ്സ് പതറാതെ നിങ്ങളെ ചേർത്ത് വെക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ നിങ്ങൾ ആലോചിക്കണം, വാപ്പനെ നിങ്ങൾ ആലോചിക്കണം. ജീവിതത്തിൽ ആദ്യമായി ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞിട്ട് ചങ്കിൽ തട്ടിയിട്ട് മനസ്സിൽ തട്ടിയിട്ട് ഈ ആളിലെ മുഴുവൻ വിദ്യാർത്ഥികളും നിങ്ങളുടെ അച്ഛന്റെ മനസ്സിനെ, കണ്ണിനെ, മുഖത്തെ അയാളുടെ കണ്ണു തുറക്കാനിട്ട് ആത്മാർത്ഥമായിട്ട് പറയാണ്, ഐ ലവ് യു മൈ ഫാദർ, ഐ ലവ് യു മൈ ഫാദർ. ബാപ്പ ഐ ലവ് യു, എനിക്ക് അത്രയും ഇഷ്ടമാണ്, എനിക്ക് അത്രയും ഇഷ്ടമാണ് അച്ഛ, എനിക്ക് അത്രയും ഇഷ്ടമാണ്. താങ്ക് യു ഫോർ ബീയിങ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ ഉണ്ടായതിന് നന്ദി, എന്റെ ജീവിതത്തിൽ ഉണ്ടായതിന്, എന്നെ സഹായിച്ചതിന്, എന്റെ കൂടെ നിന്നതിന്, എന്റെ പ്രതിസന്ധിയിലൊപ്പം നിന്നതിന്, ഹോസ്പിറ്റലിൽ എന്റെ ബില്ലടക്കാൻ ഓടിയതിന്, കടം വാങ്ങിയിട്ട് എന്നെ പഠിപ്പിച്ചതിന്, യൂണിഫോമിന് പണം തന്നതിന്, എനിക്ക് ഭക്ഷണം തന്നതിന്, രോഗിയായപ്പോ എന്റെ കൂടെ വന്ന് നിന്നതിന്, എന്റെ മകൻ, എന്റെ മകൾ എന്ന് പറഞ്ഞ് എന്നെ കൈ പിടിച്ച് നടത്തിയതിന്, എന്നെ ഉപേക്ഷിക്കാതെ പോയതിന് പ്രിയപ്പെട്ട പിതാവെ നന്ദി എന്ന് മനസ്സറിഞ്ഞിട്ട് പറയുന്ന മനോഹരമായ ഒരു മുഹൂർത്തമാണ്. രണ്ട് കൈകൾ ചേർത്ത് വെച്ചിട്ട് അമ്മയോടും അച്ഛനോടും ഐ ലവ് യു ആൻഡ് ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിലെ മനോഹരമായ ഒരു തുടക്കത്തിലേക്ക് ഈ ഹാളിലെ മിടുക്കരായ കുട്ടികൾ കടന്നു പോകുന്ന ഒരു മൊമെന്റിലാണ് നിൽക്കുന്നത്. നെഞ്ചിൽ കൈവച്ചിട്ട് അത്രയും ചേർത്ത് വെച്ചിട്ട് വാപ്പനോട് ഉമ്മനോട് ആത്മാർത്ഥമായിട്ട് വളരെ സ്ലോ ആയിട്ട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. പലപ്പോഴും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം, പൊറുക്കണം. ഞാൻ ജീവിതത്തിൽ ഒരു മനോഹരമായ മുന്നേറ്റത്തിന് പോവാണ്. നിങ്ങൾ കൂടെ ഉണ്ടാവണം, നിങ്ങളെ പ്രാർത്ഥന എനിക്ക് ഉണ്ടാവണം. ഞാൻ ലൈഫിൽ സക്സസ് ആവും. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, നിങ്ങളെ അഭിമാനം നിലത്ത് താഴാത്ത രീതിയിൽ ഞാൻ കാത്തുവെക്കും. നല്ല മോനായി ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് ലൈഫിൽ ഒരു പുതിയ ഡിസിഷൻ എടുക്കുന്ന മനോഹരമായ മൊമെന്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ ആത്മാർത്ഥമായിട്ട് കണ്ണ് നിറച്ചിട്ട്, നനഞ്ഞ കണ്ണുകൾ ചേർത്തിട്ട്, പെട്ടക്കുന്ന മനസ്സ് ചേർത്തിട്ട്, ഒഴുകുന്ന കണ്ണുനീർ തുള്ളികളെ സാക്ഷിയാക്കിയിട്ട് ദൈവത്തോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിനോട്, പിതാവിനോട് അത്രയും ആത്മാർത്ഥമായിട്ട് പറയണം, അത്രയും ആത്മാർത്ഥമായിട്ട് പറയണം, താങ്ക് യു ആൻഡ് ഐ ലവ് യു, താങ്ക് യു ആൻഡ് ഐ ലവ് യു, താങ്ക് യു ആൻഡ് ഐ ലവ് യു. നിങ്ങൾ നിങ്ങളുടെ കൂടെ പറക്കുകൾ ആലോചിക്കുന്നു. നിങ്ങളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സിനെ പോലെയോ നിങ്ങളുടെ കൂടെ നിന്ന് മനുഷ്യർ, നിങ്ങൾ എത്ര പ്രയാസപ്പെടുമ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ പറക്കുകൾ, നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അനിയന്മാർ, നിങ്ങളുടെ ചേട്ടന്മാർ, നിങ്ങളുടെ കസിൻസ്, നിങ്ങളൊപ്പം നിന്ന മനുഷ്യന്മാരെ ആലോചിക്കുകയാണ്. നിങ്ങളെ ചുറ്റും നിന്ന മനുഷ്യർ, ദ പീപ്പിൾ ഹു ലവ്ഡ് യു, നിങ്ങളെ സ്നേഹിച്ച മനുഷ്യർ, ആ മനുഷ്യരെ ഇപ്പൊ ആലോചിക്കുകയാണ്. അവരെ നിങ്ങളെ സഹായിച്ചത് നിങ്ങൾ ഓർക്കുകയാണ്. അവർ നിങ്ങളുടെ വിഷമങ്ങളിൽ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ ആലോചിക്കുകയാണ്. അവരെ നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങൾ ഒപ്പം നിന്ന് ആലോചിക്കുകയാണ്. അവരെ മുഖം കാണുകയാണ്, ആ മുഹൂർത്തം കാണുകയാണ്, ആ സമയം കാണുകയാണ്. ആ സമയത്തോട് നിങ്ങൾ നന്ദി പറയാണ്, ആ മനുഷ്യരോട് നിങ്ങൾ നന്ദി പറയാണ്. ഒപ്പം നിന്ന എല്ലാത്തിനോടും നിറഞ്ഞ കണ്ണുകളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പുതിയ തുടക്കത്തിന്, ന്യൂ ബിഗിനിങ്, ഇംഗ്ലീഷിലെ ന്യൂ ഡൗൺ, ഒരു പുതിയ പ്രഭാതം എന്ന വാക്കുണ്ട്. ആ വാക്കിലേക്ക്, ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നമ്മൾ കാൽവെടുത്ത് വെക്കുകയാണ്. ലക്ഷ്യബോധമുള്ള ഒരു കാൽവെപ്പാണ്. മനുഷ്യനെ അമ്മയുടെ കഴുത്തിലേക്ക് കത്തിവെക്കുന്ന ഒരു ലഹരിയും ഉപയോഗിക്കില്ലെന്ന് ഈ നിമിഷം നമ്മൾ സാക്ഷിയാവുകയാണ്. അമ്മയുടെ കഴുത്തിലേക്ക്, അച്ഛന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുന്ന ഒരു ലഹരിയും ഉപയോഗിക്കില്ലെന്ന് മനസ്സ് തൊട്ട് പറയുന്ന മനോഹരമായ ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ പോവാണ്. ജീവിതത്തിൽ പൊരുതി തിരിച്ചു വരുമെന്ന് തീരുമാനിക്കുന്ന ഒരു മുഹൂർത്തത്തിലേക്ക് പോവാണ്. 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ LKGയിലെ ബെഞ്ചിൽ ഇരുന്ന് ഇതുവരെയും നിങ്ങളെ പഠിപ്പിച്ച കുറേ അധ്യാപകരുണ്ട്. ആ അധ്യാപകർ നിങ്ങളെ തിരുത്തിയും നിങ്ങളെ സ്നേഹിച്ചും കൂടെ നിന്ന പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങൾ ആലോചിക്കുകയാണ്. എത്രയോ നല്ല അധ്യാപകരുണ്ട്. ആ അധ്യാപകരെ മുഴുവൻ നിങ്ങൾ ആലോചിക്കുകയാണ്. അവരോടൊക്കെ പറയാണ്, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് നന്ദി എന്ന് പറയാണ്. ഞാൻ പറയുന്നത് നിങ്ങളുടെ കാതിലേക്ക് ഇരച്ചു കയറുമ്പോ എത്രയെത്ര അധ്യാപകരുടെ മുഖമാണ് നിങ്ങളുടെ മനസ്സിലൂടെ വരുന്നത്. ആ അധ്യാപകരോട് മുഴുവൻ അധ്യാപകരുടെയും മുഖം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നു, thank you my teachers and love you my teachers, thank you my teachers and I love you my teachers. എല്ലാ അധ്യാപകരോടും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടു കൂടി ഒരു പുതിയ തുടക്കത്തിലേക്ക് പോവാണ്. അവഗണനകളുടെ നെഞ്ചിൽ ചവിട്ടി, ഒറ്റപ്പെടുത്തലുകളുടെ കഴുത്തിൽ പിടിച്ച്, ഏറ്റവും മനോഹരമായ ജീവിതത്തിൽ പൊരുതാറുറച്ച് എന്റെ ഈ പ്രായത്തിൽ ഞാൻ പ്രതിജ്ഞ എടുത്ത് ലൈഫിലേക്കും സക്സസ്ഫുൾ ആയി പോവാണ്. ഇനി എന്റെ ഡിസിപ്ലിൻ ഞാൻ നോക്കിക്കൊണ്ട് അത്ര കോൺഫിഡന്റ് ആയി ലൈഫിനെ നേരിടുമെന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചുകൊണ്ട്, ഏറ്റവും ആത്മാർത്ഥമായി ചിന്തിച്ചുകൊണ്ട് ഫൈനൽ മൊമെന്റ്സിലേക്ക് നമ്മൾ പോവാണ്. രണ്ട് കൈകൾ കൊണ്ട് എല്ലാവരും മുഖം ഒന്ന് അമർത്തി പൊത്തുക. എല്ലാവരും രണ്ട് കൈകൾ കൊണ്ട്, കണ്ണടയ്ക്കുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ കൈയിട്ടിട്ട് കണ്ണ് നന്നായിട്ട് അമർത്തിയിട്ട് മുഴുവനായിട്ട് മുഖം പൊത്തുക. മുഴുവനായിട്ട് കണ്ണ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ. ഇതൊരു ഭയങ്കര
ഭയങ്കര സീക്രട്ടാണ്, ഇതൊരു ഭയങ്കര ഇമോഷണൽ സാധനമാണ്. ഞാനും പോലും അറിയില്ല നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു വലിയ കുന്നിൻ പുറത്താണ് നിൽക്കുന്നതെന്ന് പ്ലാൻ ചെയ്യുക. ഒരു വലിയ കുന്നിൻ പുറത്ത് നിന്നിട്ട് നിങ്ങൾ അലറിയിട്ടാണ് അത് പറയുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ട്രോമകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സങ്കടങ്ങൾ, ആ സങ്കടങ്ങളെ നിങ്ങൾ ആലോചിക്കുകയാണ്. ആ സങ്കടങ്ങൾ ആത്മാർത്ഥമായിട്ട് ആലോചിച്ചിട്ട് അത് പമ്പ ചെയ്ത് പുറത്തേക്ക് ഉറക്ക പറയുന്നത് പോലെ മനസ്സിൽ കരുതുകയാണ്. ഏത് മുഹൂർത്തത്തിലാണ്, ഏത് ദിവസത്തിലാണ്, ഏത് സമയത്തിലാണ്, ആരിൽ നിന്നാണ്, എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത്, അതിങ്ങനെ ഓർക്കുകയാണ്. ഏത് ദിവസം, പകലാണോ രാത്രിയാണോ, എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, ആരാണ്, എപ്പോഴാണ്, എന്താണ്, എങ്ങനെയാണ്, ആ മുഹൂർത്തത്തെ മനസ്സിലേക്ക് പൂർണ്ണമായി കൊടുക്കുകയാണ്. എന്നിട്ട് ആ മുഹൂർത്തത്തെ മനസ്സിൽ നിന്ന് വലിച്ചു കളയാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തീരുമാനം എടുക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്ത് പറ്റിയ ഒരു തെറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രോമ, അതിനെ ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക. ആത്മാർത്ഥമായിട്ട് ആലോചിച്ചിട്ട് ആ ദിവസത്തെ, ആ മുഹൂർത്തത്തെ, ആ സമയത്തെ, ആ സ്ഥലത്തെ ആലോചിച്ചിട്ട് പറയാം, ഐ വാണ്ട് ടു കം ബാക്ക് ഫ്രം ദിസ്. എനിക്ക് ഇതിൽ നിന്ന് വരണം. ഐ വാണ്ട് ടു സർവൈവ്. ഞാൻ ഇതിനെ ഇവിടെ ഉപേക്ഷിക്കുന്നു, ഞാനൊരു പുതിയ ലൈഫിലേക്ക് വരികയാണ്. സംഭവിച്ച ആ ദിവസത്തോ ആലോചിക്കുന്നു, അന്നത്തെ പകലോ രാത്രിയോ ആലോചിക്കുന്നു, ആ മുഹൂർത്തങ്ങൾ മുഴുവനായി ആലോചിക്കുന്നു. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയാണ്, യെസ് ഐ വാണ്ട് ടു കം ബാക്ക്, യെസ് ഐ വാണ്ട് ടു കം ബാക്ക്. എനിക്ക് തിരിച്ചു വരണം എന്ന് ആത്മാർത്ഥമായി പറഞ്ഞു പൊട്ടി കറന്നിട്ട് ദൈവത്തോട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, ഐ വാണ്ട് ടു കം ബാക്ക്. നെഞ്ചു തട്ടിക്കെന്ന് പറഞ്ഞേ. എത്ര നിങ്ങൾക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര മോട്ടിവേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു കം ബാക്ക്, എനിക്ക് തിരിച്ചു വരണം, ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞേ. അത്രയും നന്നായി പറഞ്ഞേ. നിങ്ങൾക്ക് ഇനി ലൈഫിൽ എന്ത് നേടണം എന്നാണ് നല്ല ആഗ്രഹമുള്ളത്, ആ ആഗ്രഹമുള്ള ഒരു 3 കാര്യം ദൈവത്തോട് അല്ലെങ്കിൽ ലോകശക്തിയോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയോട് ഒന്ന് ചോദിച്ചേ. എന്താണ് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് അതൊന്ന് ചോദിച്ചേ. വാട്ട് യു വാണ്ട് ടു അച്ചീവ് ഇൻ ദിസ് ലൈഫ് ചോദിക്കുക. എനിക്ക് കറക്റ്റ് നാമോട് ഉച്ചരിച്ചുകൊണ്ട് ഉറക്കെ ചോദിക്കുന്ന പോലെ സങ്കല്പിച്ചുകൊണ്ട് ചോദിക്കുക. എന്താണ് നിങ്ങൾക്ക് ഇനി ലൈഫിൽ വേണ്ടത്? മുഖം പൊത്തി പിടിച്ച് ചോദിക്കുക. പൂർണ്ണമായി 2 കൈകൾ കൊണ്ട് മുഖം പൊത്തി പിടിച്ച് ചോദിക്കുക. എന്താണ് എനിക്ക് ലൈഫിൽ വേണ്ടതെന്ന് ചോദിക്കുക. വെരി ഗുഡ്. ആത്മാർത്ഥമായിട്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുക. അത് കിട്ടണം എന്നുള്ള രീതിയിൽ ചോദിക്കുക. കരയുന്നൊന്നും ഒരു തെറ്റല്ല. മനുഷ്യരാണെങ്കിൽ കരയും, മനുഷ്യരാണെങ്കിൽ ഇമോഷൻസ് ഉണ്ടാവും. അത് അത്രയും ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ നെഞ്ച് പൊട്ടും, വിങ്ങും, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. അത്രയും ഇമോഷണലി ചോദിക്കുക. വാട്ട് യു വാണ്ട് ടു അച്ചീവ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഈ പ്രപഞ്ച ശക്തിയോട് ചോദിക്കുക. ആ സാധനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായി സങ്കല്പിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായി സങ്കല്പിക്കുക. അത് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം ആലോചിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹാപ്പിനെസ് ആലോചിക്കുക. അത് ആത്മാർത്ഥമായിട്ട് ആലോചിക്കുക. ആ ഹാപ്പിനെസ് ആത്മാർത്ഥമായി ആലോചിക്കാനാണ് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുന്നത്. ഏറ്റവും മനോഹരമായ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനമെടുത്ത് ഈ 16, 17 വയസ്സിലെ ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു മുന്നേറ്റത്തിലേക്ക് പോകുമെന്ന് നെഞ്ചു പൊട്ടി കരള് പിടിച്ച് നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് യെസ് ഐ ആം ഹാപ്പി. മനസ്സിൽ പറയാം യെസ് ഐ ആം ഹാപ്പി. വെറുതെ വലത്തെ കൈ കൊണ്ട് വെറുതെ കണ്ണ് തുറക്കാണ്ട് വലത്തെ കൈ മാത്രം എടുത്തിട്ട് ചെസ്റ്റിൽ ഇങ്ങനെ വെറുതെ അടിച്ചിട്ട് പറയാം, ഹൃദയത്തിൽ അടിച്ചിട്ട് പറയാം യെസ് ഐ ആം ഹാപ്പി, യെസ് ഐ ആം എനർജറ്റിക്, യെസ് ഐ ആം ഹാപ്പി, യെസ് ഐ ആം എനർജറ്റിക്, യെസ് ഐ ആം ഹാപ്പി, യെസ് ഐ ആം എനർജറ്റിക്, യെസ് ഐ ഹാവ് സൂപ്പർ പവർ, യെസ് ഐ ഹാവ് സൂപ്പർ പവർ. ഈ വാക്ക് നിങ്ങളുടെ ചെവിയിൽ തറച്ചോടട്ടെ. യെസ് ഐ ഹാവ് സൂപ്പർ പവർ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ലൈഫിൽ സക്സസ് ആവും. എത്ര ആൾക്കാർ അവഗണിച്ചാലും ഞാൻ ലൈഫിൽ സക്സസ് ആവും. ആരൊക്കെ എന്നെ കൊണ്ടുവന്ന് താത്താൻ നോക്കിയാലും ഞാൻ പൊന്തി വരും. ആരൊക്കെ എന്നെ ചവിട്ടി താത്താൻ നോക്കിയാലും ഞാൻ പൊന്തി വരും. നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ കാര്യം വരും, പൊരുതിട്ട് തന്നെ കാര്യം വരുമെന്ന് ഹൃദയത്തിൽ അമർത്തിയിട്ട് ഒരു തീരുമാനം എടുക്കുന്ന മനോഹരമായ മുഹൂർത്തത്തിൽ ഏറ്റവും അവസാനമായി ഈ മുഹൂർത്തം അവസാനിക്കും ഒരിക്കൽ കൂടി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് നിങ്ങളുടെ അമ്മയുടെ മുഖം, കണ്ണ്, കവിള്, കര, അമ്മയെ മുഴുവനായിട്ട് ആലോചിച്ചിട്ട് സ്നേഹത്തോടെ നന്ദി പറയാം. താങ്ക് യു മൈ മദർ, ലവ് യു മൈ ഫാദർ, താങ്ക് യു മൈ മദർ, ലവ് യു മൈ ഫാദർ. രണ്ടുപേരെ ആലോചിച്ചിട്ട് നന്നായിട്ട് താങ്ക്സ് പറഞ്ഞേ. മെല്ലെ മുഖം പൊത്തിയിട്ട് ഒരിക്കൽ കൂടി മുഖം പൊത്തിയിട്ട് രണ്ടുപേരോടും താങ്ക്സ് പറഞ്ഞേ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മനുഷ്യന്മാരോടും നന്ദി പറഞ്ഞേ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളോടും നന്ദി പറഞ്ഞേ. എല്ലാത്തിനോടും നന്ദി പറഞ്ഞേ. താങ്ക് യു ഫോർ എവറിത്തിങ്. ഐ ഫോർഗിവ് ആൻഡ് ഐ ഫോർഗെറ്റ്. ഞാൻ പൊറുക്കുന്നു, ഞാൻ മറക്കുന്നു. ആൻഡ് ഐ ആം ഹാപ്പി. ഐ ഫോർഗിവ് ആൻഡ് ഐ ഫോർഗെറ്റ്. ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞിട്ട് മുഖം മുഴുവനായിട്ടും തടവേ. എവരിബഡി ചെവി അടക്കം നന്നായിട്ടും തടവേ. വെരി ഗുഡ്. ഇനിയുള്ള സാധനം നല്ല കോൺസെൻട്രേഷൻ ആളുകൾക്ക് മാത്രമേ ചിരിക്കാണ്ട് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 10 സെക്കൻഡ്സ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. മെല്ലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ മെല്ലെ അനങ്ങാതെ എണീറ്റ് നിന്നിട്ട് വേണം അത് ചെയ്യാൻ. ഒരു ശബ്ദവും വല്ലാതെ ഉണ്ടാക്കാതെ മെല്ലെ കണ്ണ് തുറക്കാതെ എണീറ്റിക്കുക. ലാസ്റ്റ് ടാസ്ക് ആണ്. ഇതിലൂടെ സക്സസ് ആവുക എന്നുള്ളതാണ്. ലാസ്റ്റ് ചാലഞ്ച് ഫോർ യു. ലാസ്റ്റ് ചാലഞ്ച്. മെല്ലെ കണ്ണ് തുറക്കാതെ എണീറ്റിക്കുക. ലാസ്റ്റ് ചാലഞ്ച്. മനസ്സിനോട് പറഞ്ഞു ഐ ആം ഹാപ്പി, ഐ ആം കംഫർട്ട്,
ഐ ആം ഹാപ്പി, ഐ ആം കംഫർട്ട് മനസ്സിനോട് തന്നെ പറയാം. സി, കണ്ണ് തുറക്കരുത് 10 സെക്കൻഡ്സിന്റെ ഒരു ചലഞ്ച് ആണ്, ഫൈനൽ സ്റ്റെപ്പ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള എനർജി നമ്മുടെ ഫ്രണ്ടിന് പാസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഫ്രണ്ടിനെ ഒരു 10 സെക്കൻഡ്സ് ടൈറ്റ് ചെയ്തിട്ട് ചിരിക്കാണ്ട് കളിക്കാണ്ട് ഇമോഷണലി അവൈലബിൾ ആയിട്ട് ഐ ആം വിത്ത് യു മൈ ഫ്രണ്ട്, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ എനർജി ഫുൾ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കുന്ന രീതിയിൽ ടൈറ്റ് ആയിട്ട് ഒന്ന് ഹഗ് ചെയ്ത്, ടൈറ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് മനസ്സിൽ തോന്നാതെ ടൈറ്റ് ആയിട്ട് കണ്ണ് തുറക്കാണ്ട് ഒന്ന് ഹഗ് ചെയ്ത്, തൊട്ടടുത്ത് ആരാണ് 1 2 3 ആൾ ആരാണോ അടുത്തുള്ളത് അവരെ അമർത്തി ഒന്ന് ഹഗ് ചെയ്ത്, അത്രയും ഇഷ്ടത്തോടെ ഒന്ന് ഹഗ് ചെയ്ത്, എന്നിട്ട് ഓൾ ദ ബെസ്റ്റ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞേ, ഓൾ ദ ബെസ്റ്റ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞേ. ദിസ് ഈസ് ദ റൈറ്റ് മൊമെന്റ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ പവർഫുൾ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു മൊമെന്റിലൂടെയാണ് പോകുന്നത്. കട്ടക്ക് അത്ര സ്നേഹം കൊടുക്കുന്ന ചങ്കൂറ്റമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മൊമെന്റിലൂടെയാണ് പോകുന്നത്. സോ മെല്ലെ വിടുക, ഓൾ ദ ബെസ്റ്റ് വന്ന് മെല്ലെ വിടുക, കണ്ണ് തുറക്കുക, സ്വന്തം സീറ്റിൽ വേഗം ഇരിക്കുക, കണ്ണ് തുറന്നിട്ടിരിക്കുക, നിർത്താതെ ക്ലാപ്പ് ചെയ്യാം, നിർത്താതെ ക്ലാപ്പ് ചെയ്യാം, നിർത്താതെ ക്ലാപ്പ് ചെയ്യാം. സൂപ്പർ. താങ്ക് യു.